ഹായ് നമസ്കാരം എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് കൾച്ചറൽ ഹെറിറ്റേജ് എന്ന് പറയുന്ന ഭാഗമാണ്. ഹ്യൂമാനിറ്റീസിലെ ക്ലാസ് 11ലെ കേരള സിലബസിലെ ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന കോറിലുള്ള ഗാന്ധിയൻ സ്റ്റഡീസിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഇന്ത്യ. എന്താണ് കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഇന്ത്യ? നമ്മൾ പഠിച്ചതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒത്തിരി പഠിച്ചതായിരുന്നു. വാട്ട് ഈസ് കൾച്ചറൽ എന്ന് പഠിച്ചതായിരുന്നു. കൾച്ചർ ഈസ് എ കോംപ്ലക്സ് ടേം. കൾച്ചർ ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേമാണ്. ഇറ്റ് ഹാസ് ഡിഫറെന്റ് മീനിങ്സ്. അതിന് പല മീനിങ്സ് ഉണ്ട്. ഇറ്റ് ഈസ് ദി വേ ഓഫ് ലൈഫ് ദാറ്റ് ഈസ് വൈറ്റൽ ഫോർ ദി സർവൈവൽ ഓഫ് ദി സ്പെസിഫിക് ഗ്രൂപ്പ് ഫോർ എ പീപ്പിൾ ലിവിങ് ഇൻ എ സ്പെസിഫിക് സൊസൈറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരാൾക്ക് ഇതായിട്ടുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആളുടെ ജീവിക്കുന്ന സമൂഹം അല്ലെങ്കിൽ ആ ജീവിക്കുന്ന രീതി, ആ രണ്ടും ഒരേപോലത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ടും ഒരേ ഗണത്തിൽ പെടുത്താൻ വേണ്ടി പറ്റുന്നതാണ് എന്നാണ് ഇതിൽ പറയുന്നത്. നമ്മൾ അടുത്തത് അത് വേണ്ടി പഠിച്ചിരുന്നത് കൾച്ചറൽ ഹെറിറ്റേജ്. കൾച്ചറൽ ഹെറിറ്റേജിന് 3 പാർട്ട് ഉണ്ട്: ടാങ്കബിൾ കൾച്ചർ, ഇൻടാങ്കബിൾ കൾച്ചർ, നാച്ചുറൽ ഹെറിറ്റേജ്. പിന്നെ നമ്മൾ പഠിച്ചായിരുന്നു മഹാത്മാഗാന്ധി ഇസ് ദി എംബോഡിമെന്റ് ഓഫ് ഇന്ത്യൻ കൾച്ചർ. എന്ന് വെച്ചാൽ മഹാത്മാഗാന്ധി നമ്മുടെ ഇന്ത്യൻ കൾച്ചറിന്റെ ഒരു മഹാത്മാഗാന്ധി എന്ന് പറയുന്നത് നമ്മുടെ ഫാദർ ഓഫ് ദി നേഷൻ അല്ലേ. ആ നമ്മുടെ 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 പണ്ടത്തെ കാലത്ത് നമ്മുടെ കൾച്ചറിനെ സ്പെസിഫിക് ആയിട്ട് കാണിക്കുന്ന വേറെ ഫോറിനേഴ്സിന് നമ്മുടെ ആ കൾച്ചർ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ എന്താണെന്ന് കാണിക്കുന്ന ഒരു ആളായിട്ട് നമ്മളെ ഇന്ത്യക്കാരെ പ്രദർശിപ്പിക്കുന്ന ഒരാളായിട്ടാണ് മഹാത്മാഗാന്ധിനെ പറഞ്ഞേക്കുന്നത്. അത് കാരണമാണ് ഇതിൽ പറഞ്ഞേക്കുന്നത് മഹാത്മാഗാന്ധി ഈസ് ദി എംബോഡിമെന്റ് ഓഫ് ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഇറ്റ്സ് ഹെറിറ്റേജ്. പിന്നെ നമ്മൾ അടുത്തത് പഠിച്ചിരുന്നത് കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ. കൾച്ചറും സിവിലൈസേഷനും തമ്മിലുള്ള ബന്ധമായിരുന്നു. ദി ടേംസ് കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ ആർ യൂസ്ഡ് ഇന്റർചേഞ്ചബിളി. കൾച്ചറും സിവിലൈസേഷൻ എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ തമ്മിൽ ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യാനാണ്. എന്ന് വെച്ചാൽ നമ്മൾ ജീവിക്കുന്ന രീതി അല്ലെങ്കിൽ ജീവിക്കുന്ന സമൂഹം രണ്ടും ഒരു ഗണത്തിൽ പെടുത്താൻ വേണ്ടി പറ്റുന്നതാണ് എന്നാണ്. പിന്നെ സിവിലൈസേഷൻ ഗ്രോസ് വിത്ത് ദി ഡെവലപ്മെന്റ് ഓഫ് സയന്റിഫിക് നോളജ് ആൻഡ് ആപ്ലിക്കേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിലൈസേഷൻ നമ്മൾ ജീവിക്കുന്ന സമൂഹം ഡെവലപ്പ് ആവുന്നത് നമ്മുടെ സയന്റിഫിക് നോളജും ആപ്ലിക്കേഷനും കാരണമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ശാസ്ത്രീയമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങള് എല്ലാം അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള നോളജ് അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള അറിവുകൾ എല്ലാം കാരണമാണ് നമ്മുടെ സിവിലൈസേഷൻ ഇപ്പൊ ഡെവലപ്പ് ആയിട്ട് ഇത്രയും വരെ എത്തിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. കൾച്ചറൽ ഹെറിറ്റേജ് നമ്മൾ പഠിച്ചു. കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ. ഇന്ത്യൻ കൾച്ചർ. ഇന്ത്യൻ വേർഡ്സ് ഫോർ കൾച്ചർ ഈസ് സംസ്കൃതി. സംസ്കൃതിയാണ് നമ്മുടെ ഇന്ത്യൻ കൾച്ചറിന് ഇന്ത്യൻ വേർഡിൽ പറയുന്നത് സംസ്കൃതി എന്നാണ്. ഫ്രം ദി ടൈംസ് ഇന്ത്യൻ ഡിസ്ക്രൈബ് ദർ കൾച്ചർ ആസ് ഹ്യൂമൻ കൾച്ചർ. പണ്ട് മുതലും നമ്മളുടെ കൾച്ചറിനെ ആൾക്കാരെ വിളിക്കുന്നത് ഹ്യൂമൻ കൾച്ചർ എന്നാണ്. ഹിസ്റ്ററി ഹാസ് നോട്ട് ഏബിൾ ടു ട്രേസ് ഇറ്റ്സ് ബിഗിനിങ്. ഇതുവരെയായിട്ട് നമ്മൾക്ക് ഹിസ്റ്ററി എന്നാണ് തുടങ്ങിയെന്ന് നമുക്ക് ഇതുവരെയായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ദി വേദാസ്, ദി ഓൾഡസ്റ്റ് ബുക്ക് നോൺ ടു വേർഡ്, സ്പീക്ക് അബൌട്ട് ദിസ് കൾച്ചർ. വേദാസ് എന്ന് പറയുന്ന ബുക്ക് ഓൾഡസ്റ്റ് ബുക്കാണ് നമ്മുടെ. അതിലെന്താണ് പറയണെന്ന് വെച്ചാൽ നമ്മുടെ കൾച്ചറിനെ കുറിച്ചിട്ടാണ് ആ വേദാസിൽ പറയുന്നത്. സോ ബിക്കോസ് ഓഫ് ദിസ് ഇറ്റ് ഈസ് നോൺ ആസ് വേദിക് കൾച്ചർ. അത് കാരണം ഇതിനെ അന്നത്തെ കാലത്തിന് നമ്മൾ എന്നാണോ ഈ വേദാസ് കണ്ടുപിടിച്ച അന്നത്തെ കാലത്തിന് നമ്മൾ വേദിക് കൾച്ചർ എന്നാണ് അല്ലെങ്കിൽ വേദിക് പീരീഡ് എന്നാണ് നമ്മൾ പറയുന്നത്. വേദാസ് 3 ഉണ്ട്: ഋഗ്വേദ, സാമവേദ, യജുർവേദ. അതിനെ കുറിച്ചിട്ട് നമ്മൾ പിന്നെ നമുക്ക് പറയാം. പിന്നെ നമ്മൾ പഠിച്ചിരുന്നത് ഇന്ത്യൻ സ്പിരിച്വൽ ട്രഡീഷൻ, ബട്ട് ഇറ്റ് ഹാസ് ഡിഫറെന്റ് മാനിഫെസ്റ്റേഷൻ. അതൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. പിന്നെ എന്ത് കാരണമാണ് ഇത്രയും വെറൈറ്റി ഓഫ് കൾച്ചർ നമ്മുടെ ഇന്ത്യയിൽ ഇല്ലെന്ന് നമ്മൾ പഠിച്ചു. അത് നമ്മുടെ there are many reasons. അതിന് പല റീസൺസ് ഉണ്ട്. the size of the country the size of the country നമ്മുടെ കൺട്രിയുടെ സൈസാണ് മെയിൻ റീസൺ. അത് ഭയങ്കര വൈഡ് ഏരിയ ഉള്ള സ്ഥലത്താണ് നമ്മുടെ കൺട്രി ഇതില്ലത്. നമ്മുടെ കൺട്രിയിൽ കുറേ
കുറേ നീളത്തിലുള്ള ഒരു കൺട്രിയാണ് നമ്മുടെ ഇന്ത്യൻ കൺട്രി അല്ലെങ്കിൽ ഇന്ത്യൻ രാജ്യം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ്. അതിൽ ആ ഇന്ത്യൻ കൺട്രിയിൽ ഭൂമി പ്രദേശമുണ്ട്, മലപ്രദേശമുണ്ട്, തീരപ്രദേശമുണ്ട്. ആ തീരപ്രദേശവും മലപ്രദേശവും തമ്മിൽ പല ക്ലൈമറ്റിന്റെ ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ അതിനെ നമ്മൾ പറയുന്നതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ഫീച്ചേഴ്സ്. അത് കാരണമാണ് നമ്മുടെ കെമിക്കൽ അല്ല, ക്ലൈമാറ്റിക് ഫീച്ചേഴ്സ്. അതൊക്കെ കാരണമാണ് നമ്മുടെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ഫീച്ചേഴ്സ് കാരണമാണ് നമ്മൾ നമ്മുടെ കൺട്രിയിൽ ഇത്രയും ടൈപ്പ് കൾച്ചർ ഉള്ളത്. അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന രീതി പല ടൈപ്പ് ഉള്ളത്. ഇത്രയും ജനകോടികളുടെ ഇത്രയും ആൾക്കാരുണ്ട് നമ്മുടെ കൺട്രിയിൽ. 137 കോടിയാണെന്ന് പറയുന്നത്. അപ്പൊ അത്രയും പേര് പല കൾച്ചറിലായിട്ടായിരിക്കും ജീവിക്കുന്നത്. ഭൂമി പ്രദേശത്തായിക്കോട്ടെ, തീരപ്രദേശത്തായിക്കോട്ടെ, പല സ്ഥലത്തും പല ടൈപ്പായിരിക്കും ജീവിക്കുന്നത്. അത് അങ്ങനത്തെ ഒരു കൺട്രി എന്ന് പറയുന്നത് ഇന്ത്യ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മാത്രമേ ഉള്ളൂ അങ്ങനത്തെ ഒരു കൺട്രി എന്ന് പറയുന്നത്. എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് കൾച്ചർ. പിന്നെ അതിലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സിൽ നമ്മൾ പഠിച്ചായിരുന്നു. നമ്മൾ പിന്നെ അടുത്തത് പഠിച്ചത് എന്ത് കാരണം ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കൾച്ചർ. ഡിഫറെന്റ് എത്തനിക് ഗ്രൂപ്പ്സ് ലൈക്ക് മുഗൾസ്, ഇറാനിയൻസ്, ഗ്രീക്സ്, കുഷനാസ്, ഷാക്കാസ്, ഹൂണാസ്, അറബ്സ്, തുർക്സ് ആൻഡ് യൂറോപ്യൻസ് കെയിം ടു ഇന്ത്യ. അവരൊക്കെ വന്നു, അവരിവിടെ സെറ്റിലായി, അവരിവിടത്തെ ലോക്കൽ പീപ്പിളായിട്ട് മിങ്കിൾ ചെയ്യപ്പെട്ടു. അവരുടെ നമ്മുടെ ഇന്ത്യക്കാര് അതിന്റെ അസിമുലേഷൻ ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ ഇന്ത്യക്കാര് അസിമുലേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അവരുടെ കൾച്ചറിനെ നമ്മൾ പിന്തുടരാൻ വേണ്ടി ചെയ്തു തുടങ്ങി. നമ്മൾ പഠിച്ചത് ഇന്ത്യൻ കൾച്ചർ ഈസ് ആസ് ഓൾഡ് ആസ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്ന ഇൻഡസ് വാലി സിവിലൈസേഷന്റെ അത്രയും ഓൾഡ് ആണ്. ഈവൻ ടുഡേ ദി പാറ്റേൺസ് ഓഫ് ഹൗസ് ഓഫ് ഇൻ ആൻ ഇന്ത്യൻ വില്ലേജ് ഈസ് നോട്ട് വെരി ഡിഫറെന്റ് ഫ്രം ദാറ്റ് ഓഫ് ദി ഹാരപ്പൻ ഹൗസ്. ഹാരപ്പൻ ഹൗസ് അന്നത്തെ സിന്ധു നദീതട സംസ്കാരത്തിന്റെ അന്നുണ്ടായിരുന്ന ആ ഹൗസിന്റെ പാറ്റേൺ ഏകദേശം സെയിം തന്നെയാണ് ഇപ്പോഴത്തെ ഹൗസസ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ വീടുകളും. പ്രസന്റ് ഡേയ്സിലെ വീടുകൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഏകദേശം സെയിം പാറ്റേണിലാണ് നമ്മൾ പണിയാറുള്ളത്. നമ്മൾ കുറെ പഠിച്ചായിരുന്നു. ഇനി നമ്മൾ റിലീജിയസ് പ്ലൂറലിസം ആണ് ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. റിലീജിയസ് പ്ലൂറലിസം. ഇന്ത്യ ഹാസ് എ ക്രാഡിൽ ഓഫ് റിലീജിയൻ. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് കുറെ റിലീജിയൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന കൺട്രിയിൽ കുറെ റിലീജിയൻസ് ഉണ്ട്. ഇന്ത്യ ഹാസ് എ ട്രഡീഷൻ ഓഫ് ഗിവിംഗ് ഈക്വൽ റെസ്പെക്ട് ടു ഓൾ റിലീജിയൻസ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് എല്ലാ റിലീജിയനും, ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ഏത് റിലീജിയൻ ആയിക്കോട്ടെ, ആ എല്ലാ റിലീജിയനും ഈക്വൽ ആയിട്ടുള്ള റെസ്പെക്ട് ആണ് കൊടുക്കാറുള്ളത്. ഈക്വൽ ആയിട്ടാണ് നമ്മൾ എല്ലാ റിലീജിയനും കാണാറുള്ളത്. അല്ലാതെ ഹിന്ദു ഒരു വലിയ റിലീജിയനാണ്, ക്രിസ്ത്യൻ ഒരു കുഞ്ഞു റിലീജിയനാണ്, അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നമ്മൾ കാണാറുള്ള നമ്മുടെ റിലീജിയനെ ഈക്വൽ റെസ്പെക്റ്റോടെയാണ്. ഡ്യൂ ടു ദിസ് അതർ മേജർ വേൾഡ് റിലീജിയൻസ് ഫ്ലറിഷ്ഡ് ഇൻ ഇന്ത്യ. അത് കാരണം വേൾഡ് റിലീജിയൻ, ലോകത്ത് ഉള്ള റിലീജിയൻസ് ഫുള്ള് ഇവിടെ സ്പ്രെഡ് ആകാൻ വേണ്ടി തുടങ്ങി ഇന്ത്യ എന്ന് പറയുന്ന കൺട്രിയിൽ. എന്താണെന്ന് വെച്ചാൽ നമ്മള് ഇന്ത്യക്കാര് എല്ലാ റിലീജിയനെയും ഈക്വൽ റെസ്പെക്റ്റോടെയാണ് നമ്മൾ കാണുന്നത്. അതിഥി ദേവോ ഭവ ഇസ് എ ഫേമസ് മന്ത്ര ഓഫ് അവർ ലാൻഡ്. അതിഥി ദേവോ ഭവ എന്ന് പറയുന്ന മന്ത്ര ഇസ് എ ഫേമസ് മന്ത്ര ഓഫ് അവർ ലാൻഡ്. അതൊരു ഫേമസ് മന്ത്രയാണ്. അതിഥി ദേവോ ഭവ ഈസ് എ ഫേമസ് മന്ത്ര ഓഫ് അവർ ലാൻഡ്. The secular character of Indian culture is the mingling of people from diverse groups, cultural groups. പല കൾച്ചറിലുള്ള പല കൾച്ചറൽ ഗ്രൂപ്പ്സിലുള്ള ആൾക്കാർ തമ്മിൽ മിങ്കിൾ ചെയ്യലാണ് ഈ ഇവിടെ ഇന്ത്യ എന്ന് പറയുന്ന നാട്ടിലെ അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന കൺട്രിയിലെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പല ടൈപ്പ് കൾച്ചറൽ ഗ്രൂപ്പ്സിൽ നിന്നുള്ള ആൾക്കാർ അല്ലെങ്കിൽ പല ടൈപ്പ് റിലീജിയനിൽ നിന്നുള്ള ആൾക്കാർ തമ്മിൽ മിങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിങ്കിൾ ചെയ്യണത് ആണ് നമ്മുടെ ഇന്ത്യയിലെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്.
Hindus, Muslims, Christians, Sikhs, Buddhists, Jains, Parsis and Jewish live together in India. ഇത്രയും റിലീജിയസ് ഗ്രൂപ്പ്സ് ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, സിഖ്സ്, ബുദ്ധിസ്റ്റ് ആയിക്കോട്ടെ, ജെയിൻസ് ആയിക്കോട്ടെ, പാർസീസ് ആൻഡ് ജൂവിഷ് ലിവ് ടുഗദർ ഇൻ ഇന്ത്യ. ഇത്രയും റിലിജ്യൻ ഈ ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ട് ഒന്നിച്ച്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഹ്, അവരവരുടെ അനുഭവങ്ങൾ നമുക്ക് പകർന്നു തന്നിട്ട് നമ്മുടെ റിലീജിയൻ എന്താണോ അതിലെ നമ്മുടെ അനുഭവങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് നമ്മൾ ഫ്രണ്ട്ഷിപ്പോടെയാണ് ഈ കൺട്രിയിൽ നമ്മൾ ജീവിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന കൺട്രിയിൽ നമ്മൾ ജീവിക്കുന്നത് ഒരു മിംഗ്ലിങ്ങോടെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് പോലെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഡ്യൂറിങ് ഫെസ്റ്റിവൽ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെയാണ് ഡ്യൂറിങ് ഫെസ്റ്റിവൽസ് പീപ്പിൾ കെയിം ടുഗദർ ടു ഷെയർ ദെയർ തോട്ട്സ് ആൻഡ് ബിലീഫ്സ്. പീപ്പിള് പല റിലീജിയനിൽ നിന്നുള്ള പീപ്പിള്, ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, സിഖ്സ് ആയിക്കോട്ടെ, പാർസീസ് ആയിക്കോട്ടെ, പല റിലീജിയനിൽ നിന്നുള്ള ആൾക്കാരും ഒരു ഒരു ഏതെങ്കിലും ഒരു റിലീജിയന്റെ ഫെസ്റ്റിവൽ ഉണ്ടെങ്കിൽ അവിടെ വന്ന് അവരവരുടെ അനുഭവങ്ങൾ, അവരുടെ റിലീജിയൻ എങ്ങനെയാണ്, അവരുടെ റിലീജിയനിൽ എന്തൊക്കെയാണ് ഉള്ളത്, അതിൽ അവരുടെ കാര്യങ്ങൾ അവര് പങ്കിടാറുണ്ട് വന്നിട്ട്. വേറൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് പങ്കിട്ട് കൊടുക്കാറുണ്ട് അവരവരുടെ ഇത്. There is no state religion and the state gives equality and respect to all religion. ഇപ്പൊ കേരള എന്ന് പറയുന്ന സ്റ്റേറ്റ് ഉണ്ട്. ആ സ്റ്റേറ്റിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള റിലീജിയൻ ഇല്ല. അവിടെ ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിലെ എല്ലാ റിലീജിയൻസും ആ ആ കൺട്രി, കേരളം എന്ന് പറയുന്ന കൺട്രി അല്ലെങ്കിൽ കർണാടക എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് പല ടൈപ്പ് റിലീജിയൻസ്. ഈ ഇന്ത്യയിലുള്ള എല്ലാ റിലീജിയൻസും ഇന്ത്യയുടെ കേരള എന്ന് പറയുന്ന സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇന്ത്യയുടെ കർണാടക എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അല്ലാതെ ആ സ്റ്റേറ്റിന് വേറൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റിലീജിയൻ ഇല്ല. അതാണ് പറയാനുള്ളത്. There is no state religion and the state gives equality and respect for all other religions. ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്റ്റേറ്റ് റിലീജിയൻ ഇല്ല. ഇപ്പൊ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ കേരള അല്ലെങ്കിൽ കർണാടകയ്ക്ക് ഒരു റിലീജിയൻ ഇല്ല. അവിടെ ഈ ഇന്ത്യയിലുള്ള എത്ര റിലീജിയൻസ് ഉണ്ട് അവിടെ ഓരോരോ സ്ഥലത്തും ജീവിക്കുന്നുണ്ട് എന്നാണ് ഇതിൽ പറയുന്നത്. നമ്മൾ അടുത്ത ടോപ്പിക്ക് പോവുക. യൂണിവേഴ്സാലിസം. എന്താണ് യൂണിവേഴ്സാലിസം ആണ് നമ്മുടെ അടുത്ത ടോപ്പിക്. The values of Vasudhaiva Kutumbakam and Loka Samasta Sukhino Bhavantu are key aspects of Indian tradition. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന ഇത് മന്ത്ര അല്ലെങ്കിൽ വാല്യൂസ് ഓഫ് വസുദേവ കുടുംബകം, എല്ലാവരും ഞാൻ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ക്ഷണിക്കുന്നുണ്ട് എന്ന് പറയുന്നതാണ് വസുദേവ കുടുംബകം. പിന്നെ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന ഇതിന്റെ അർത്ഥം ലോകം ഫുള്ള് സുഖമായിട്ട് ഇരിക്കട്ടെ, ഒരു പ്രശ്നവും ഇല്ലാതെ നല്ല കാം ആൻഡ് പീസ്ഫുൾ ആയിട്ട് നമ്മുടെ കൺട്രി ഇരിക്കട്ടെ എന്ന് പറയുന്നതാണ്. അത് കാരണം നമ്മൾ ദി വാല്യൂസ് ഓഫ് വസുദേവ കുടുംബകം ആൻഡ് ലോക സമസ്ത സുഖിനോ ഭവന്തു ആർ കീ ആസ്പെക്ട്സ് ഓഫ് ഇന്ത്യൻ ട്രഡീഷൻ എന്ന് പറയുന്നത്. Our scriptures advocate that Ishwar or divine spirit is in all our living beings. Our scriptures advocate that Ishwar or the divine spirit is in all living beings. നമ്മുടെ എഴുതി വെച്ചേക്കണ നമ്മുടെ പണ്ടകാലത്ത് എഴുതി വെച്ചിരുന്ന ആ ഇതില്ലേ, എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സ്ക്രിപ്റ്റ്സ് ഇല്ലേ, അതിൽ നിന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത് ഈശ്വർ അല്ലെങ്കിൽ ഗോഡ് അല്ലെങ്കിൽ ഭഗവാൻ ഒന്നേ ഇല്ല, ഓർ ദി ഡിവൈൻ സ്പിരിറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഡിവൈൻ സ്പിരിറ്റ് ഒന്നേ ഇല്ല. അത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടെന്നാണ് ഇതിൽ പറയുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് എഴുതി വെച്ചേക്കുന്ന പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഈശ്വർ ഗോഡ് എല്ലാം, ആ ഈശ്വർ ഗോഡ് എന്ന് പറയുന്ന പല പല ഇതുണ്ടാവും. ഈശ്വർ ഗോഡ് അല്ലെങ്കിൽ ആ ഒരു പവർ നമ്മുടെ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടി തരുന്ന ആ ഒരു പവർ ഒന്നേയില്ല, നമ്മളിലാണ് അതില്ല.
എന്നാണ് ഇതിലെഴുതി. ഇന്ത്യ ആസ് ആൻ യൂണിവേഴ്സൽ ഔട്ട്ലുക്ക്. ഇന്ത്യക്ക് ഒരു യൂണിവേഴ്സൽ ഔട്ട്ലുക്ക് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഈ ഇന്ത്യ എന്ന് പറഞ്ഞ കൺട്രീനെ ബഹുമാനത്തോടെയാണ് കാണുന്നതെന്നാണ് ഇതിൽ പറയുന്നത്. ഇറ്റ് ഹാസ് ബീൻ പ്രൊമോട്ടിംഗ് ദി മെസ്സേജ് ഓഫ് പീസ് ആൻഡ് ഹാർമണി ടു ദി എൻറ്റയർ വേൾഡ്. It has been promoting the message of peace and harmony to the entire world. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ കൺട്രി എന്ന് പറയുന്ന ഇന്ത്യ പ്രൊമോട്ട് ചെയ്യുമായിരുന്നു. ഒരു ടൈപ്പ് മെസ്സേജ് അല്ലെങ്കിൽ ഒരു ടൈപ്പ് സന്ദേശം പ്രൊമോട്ട് ചെയ്യുമായിരുന്നു. പീസ് ആൻഡ് ഹാർമണി, സമാധാനത്തോടെ ഇരിക്കുക എന്ന് പറയുന്ന ആ ഒരു വേർഡ് നമ്മൾ ഇന്ത്യക്കാര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമൂഹത്തിനോട് അല്ലെങ്കിൽ ഈ ഫുള്ള് വേൾഡിനോട് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അത് കാരണം തന്നെ നമുക്ക് വേറൊരു രാജ്യത്തിന് നമുക്ക് നമ്മൾ എങ്ങനെ ബഹുമാനം വേറൊരു രാജ്യത്തിന് കൊടുക്കുന്നുണ്ടോ ആ ബഹുമാനം തന്നെ നമുക്കും കിട്ടും നമ്മൾ കൊടുത്തു കഴിഞ്ഞു ബഹുമാനം. നമ്മൾ അടുത്തത് പറയാൻ വേണ്ടി പോകുന്നത് സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയൽ. ഇന്ത്യ ഈസ് പോപ്പുലർലി നോൺ ടു ബി എ ലാൻഡ് ഓഫ് സ്പിരിച്വാലിസം. ഇന്ത്യ എന്ന് പറയുന്ന കൺട്രി അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ലാൻഡ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത് ഒരു സ്പിരിച്വൽ ലാൻഡ് ആയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൺട്രിയിലെ എല്ലാവരും സ്പിരിച്വാലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തി ഉള്ളവരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കുന്നത് ദൈവത്തിനെയാണ്. അല്ലെങ്കിൽ എല്ലാവരും ഒരു സ്പിരിച്വാലിസം ഉള്ള ഒരു വ്യക്തിയാണ് ഈ ഇന്ത്യ എന്ന് പറയുന്ന കൺട്രിയിലുള്ളത്. However, the Indian history from the ancient times show the development of material culture as well. However, എന്താണെങ്കിലും ഇന്ത്യൻ ഇതിഹാസം നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് നമ്മുടെ പണ്ടത്തെ കാലം ഏൻഷ്യന്റ് ടൈംസ് ഷോസ് ദി ഡെവലപ്മെന്റ്. ഏൻഷ്യന്റ് ടൈംസ് പണ്ടത്തെ കാലം നമുക്ക് കാണിച്ചു തരുന്നത് നമുക്ക് അന്നേ മുതൽ സ്പിരിച്വാലിസം ഉണ്ട് എന്നാണ്. ഷോസ് ദി ഡെവലപ്മെന്റ് ഓഫ് മെറ്റീരിയൽ കൾച്ചർ ആസ് വെൽ. നമുക്ക് വിശ്വാസമുണ്ട് ഒരു ദൈവത്തിന്, പക്ഷെ ആ ദൈവത്തിന് വിശ്വാസം ഉണ്ടെന്ന് കാണിക്കുന്ന ആ കൊത്തുപണികളിലൂടെ നമുക്ക് കാണിക്കുന്നുണ്ട്. അവർക്ക് വിശ്വാസം ഉണ്ടെന്ന് നമുക്ക് എന്ത് പറഞ്ഞാൽ മനസ്സിലായത്? അവർ ഓരോരോ വർക്ക്സ് അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മള് കാണാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് അവിടെ കാണാം. ഇപ്പൊ ഇവിടെ ആയിക്കോട്ടെ, ഹംപി എന്ന് പറയുന്ന സ്ഥലത്ത് കർണാടകയിലെ അവിടെയൊക്കെ നമുക്ക് പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ അന്നത്തെ കാലം ഡെവലപ്ഡ് അല്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാരപ്പൻ സിവിലൈസേഷനും ഇപ്പോഴത്തെ വില്ലേജും തമ്മിൽ അധികം ഇതില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നും ഡെവലപ്ഡ് ആൾക്കാർ തന്നെയായിരുന്നു. എന്നാലും അന്നത്തെ കാലത്ത് അവരവരുടെ വ്യൂസ് എക്സ്പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ അവരവരുടെ മനസ്സിൽ നിന്ന് തുറന്നു പറയാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുന്നത് കാര്യങ്ങള് അവര് കൊത്തുപണിയിലൂടെയാണ് ചെയ്തു വച്ചിരിക്കുന്നതെന്നാണ് ഇതിൽ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മനോസ്ക്രിപ്റ്റ്സിൽ കൂടെയാണ് നമ്മൾ ചെയ്തു വെച്ചേക്കുന്നതെന്നാണ് പറയുന്നത് അന്നത്തെ കാലത്ത്. However, the Indian history from the ancient times shows the development of material culture as well. Our ancient civilization were proud of its vast knowledge of mathematics and weights and measures. എന്താണെങ്കിലും നമ്മുടെ ഏഷ്യൻ സിവിലൈസേഷൻ, നമ്മുടെ പണ്ടത്തെ കാലത്തിൽ ഉണ്ടായിരുന്ന ആ ആൾക്കാർ ജീവിക്കുന്ന ആ സമൂഹം വെർ പ്രൗഡ് ഓഫ് ഇന്ത്യൻ കൺട്രി. അവര് പ്രൗഡായിരുന്നു, അവരുടെ ഇന്ത്യൻ കൺട്രീനെ കൊണ്ട് അവർ പ്രൗഡായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ല നോളജ് ഉണ്ടായിരുന്നു അന്നത്തെ കാലം മുതലേ. ഇപ്പോഴും ആയിക്കോട്ടെ, അന്നത്തെ കാലം ആയിക്കോട്ടെ, നമുക്ക് നമ്മുടെ ഒരു ദേശഭക്തി ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ കൺട്രീനെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. എന്താ വെച്ചാൽ നമ്മൾ ആ കൺട്രിയിലാണ് ജീവിക്കുന്നത് എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പൊ നമ്മൾ പറയണത് അവർ ഏഷ്യൻ സിവിലൈസേഷൻ വെർ പ്രൗഡ് ഓഫ് ഇറ്റ്സ് വാസ്റ്റ് നോളജ് ഓഫ് മാത്തമാറ്റിക്സ്, വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് എന്നാണ് ഇതിൽ പറയുന്നത്. അവർ ഏഷ്യൻ സിവിലൈസേഷൻ, നമ്മുടെ പണ്ടത്തെ കാലം വെർ പ്രൗഡ് ഓഫ്, അവര് പ്രൗഡായിരുന്നു. അവർക്കുള്ള നോളജ് ഓഫ് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ മാത്സിന്റെ
കണക്കിന്റെ നോളേജ് അല്ലെങ്കിൽ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്, തൂക്കത്തിന്റെയും അളവിന്റെയും എല്ലാം അറിയാൻ വേണ്ടിയിട്ടുള്ള അറിയുന്നതിന്റെ അല്ലെങ്കിൽ അറിയുന്ന കാര്യങ്ങളൊക്കെ അറിയണം. കണക്ക് ഇതൊക്കെ അറിയാനുള്ള കാരണം നമുക്ക് ഭയങ്കരമായിട്ട് പ്രൗഡ് ഫീൽ ചെയ്യാറുണ്ടായിരുന്നു അന്നത്തെ കാലത്തെ ആൾക്കാർക്ക്. അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് സമൂഹത്തിനും നമുക്ക് നമ്മളെ തന്നെ വലിയൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേൾഡിലെ നല്ലൊരു ആൾക്കാരായിട്ടാണ് നമ്മൾ കണ്ടിരുന്നത്. നമുക്ക് നല്ല നോളജ് ഉണ്ടെന്നാണ് നമ്മൾ അതിനെ തിരിച്ചറിഞ്ഞിരുന്നത്. Discoveries of many scientific theories were made by Indians. ഡിസ്കവറീസ് കണ്ടുപിടുത്തങ്ങൾ ഓഫ് മെനി സയന്റിഫിക് തിയറീസ്, ശാസ്ത്രീയമായിട്ടുള്ള പല കണ്ടുപിടുത്തങ്ങളും ഇന്ത്യക്കാര് പണ്ടേ മുതൽ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ബിഫോർ ദി മോഡേൺ സയൻസ്. മോഡേൺ സയൻസ് എന്ന് വെച്ചാൽ മോഡേൺ ശാസ്ത്രം കണ്ടുപിടിക്കുന്നതിന് മുമ്പേ മുതൽ നമുക്ക് പല പല ശാസ്ത്രീയമായിട്ടുള്ള തിയറീസ് നമ്മൾ അന്നേ മുതൽ എഴുതാറുണ്ടായിരുന്നു. സിമിലർലി ഇൻ ദി ഏരിയാസ് ഓഫ് ആസ്ട്രോണമിയുടെ ഏരിയയിലാണെങ്കിലും മെഡിസിൻ ആൻഡ് അതർ സയൻസ് അല്ലെങ്കിൽ പല പല ശാസ്ത്രങ്ങളിൽ ഇന്ത്യൻസ് അച്ചീവ്മെന്റ് ഇൻ ദി ഏൻഷ്യൻ ടൈംസ് വെർ സിഗ്നിഫിക്കന്റ്. ഇന്ത്യയുടെ അച്ചീവ്മെന്റ് ഇൻ ദി ഏഷ്യൻ ടൈംസ്, പണ്ടത്തെ കാലത്ത് ഇന്ത്യയുടെ അച്ചീവ്മെന്റ്സ് ഒക്കെ സ്പെഷ്യലായിട്ട് നമുക്ക് എടുത്തു പറയാൻ വേണ്ടി പറ്റുന്ന, നമുക്ക് അഭിമാനം തോന്നുന്ന ഓരോരോ കാര്യങ്ങളായിരുന്നു. നമുക്ക് അന്ന് മാത്സിനെ കുറിച്ചിട്ട് കണക്കിനെ കുറിച്ചിട്ട് അറിവുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നമ്മളെ തന്നെ നമുക്കൊരു പ്രൗഡ് ഫീലിംഗ് നമുക്ക് ഉണ്ടാവും. ഡിസ്കവറീസ് ഓഫ് മെനി സയന്റിഫിക്. പക്ഷെ അന്ന് നമ്മളുടെ ഇപ്പോഴത്തെ കാലത്ത് സയൻസ് ഒന്നും ശാസ്ത്രീയമൊന്നും പഠിക്കാതെ തന്നെ അന്നേ നമ്മൾ ശാസ്ത്രീയ തിയറീസ്, ശാസ്ത്രീയമായിട്ടുള്ള കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിലും നമുക്ക് അഭിമാനം തോന്നാറുണ്ടായിരുന്നു. സിമിലർലി ഇൻ ദി ഏരിയാസ് ഓഫ് ആസ്ട്രോണമി, മെഡിസിൻ, എല്ലാത്തിനും നമുക്ക് അറിവുണ്ടായിരുന്നു. അത് കാരണം ഇന്ത്യൻസ് എന്ന് പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് നമുക്കൊരു അഭിമാനം ഉണ്ടായിരുന്നു നമ്മളെ തന്നെ എന്നാണെങ്കിൽ പറയുന്നത്. നമ്മൾ അടുത്തത് പറയാൻ വേണ്ടി പോകുന്നത് ഹ്യൂമാനിറ്റി ആൻഡ് ടോളറൻസ് എന്ന് പറയുന്ന അടുത്ത കോൺസെപ്റ്റാണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. The Indians are noted for their calm nature. ഇന്ത്യയിലെ ആൾക്കാർ അല്ലെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന ആൾക്കാര് നോട്ടഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, അവരെ തിരിച്ചറിയപ്പെട്ടിരിക്കുന്നത് അവരുടെ സമാധാനമായിട്ടുള്ള ഒരു നേച്ചർ കാരണമാണ്. ഇന്ത്യയിലെ ആൾക്കാര് എപ്പോഴും സമാധാനം ഉള്ളവരാണെന്നാണ് പൊതുവെയുള്ള ഇത്. The Indians are noted for their devoted and calm nature, without any harassments in their principal. അവര് ഇങ്ങനെ ആരെയും ഉപദ്രവിക്കാനൊന്നുമില്ല. ഇന്ത്യ എന്ന് പറയുന്ന കൾച്ചർ അല്ലെങ്കിൽ ഇന്ത്യൻസ് കാം നേച്ചർ ഉള്ളവരായിരിക്കും, അവരാരും ഉപദ്രവിക്കില്ല എന്നതൊക്കെയാണ് ഇതിൽ പറയുന്നത്. ദി ഇന്ത്യൻസ് ആർ നോട്ടഡ് ഫോർ their calm nature, without any harshness in their principle and ideas. Mahatma Gandhi Satyagraha principle or Ahimsa worked wonders and gives respect to the international forum. മഹാത്മാഗാന്ധി ആരാണ്? മഹാത്മാഗാന്ധി നമ്മുടെ ഫാദർ ഓഫ് ദി നേഷൻ ആയിട്ട് കണക്കപ്പെടുത്തുന്ന ആളാണെന്നാണ് ഇതിൽ പറയുന്നത്. മഹാത്മാഗാന്ധി നമ്മുടെ ഫാദർ ഓഫ് ദി നേഷൻ ഒരു സത്യാഗ്രഹ മൂവ്മെന്റ് നടത്തിയായിരുന്നു ബ്രിട്ടീഷേഴ്സിന്റെ. അന്നത്തെ കാലത്ത് നമ്മളെ അടിച്ച് അമർത്തിപ്പെട്ടിരുന്നത് ബ്രിട്ടീഷേഴ്സ് കാരനാണ്. ബ്രിട്ടീഷേഴ്സ് അന്നത്തെ കാലത്ത് നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മളെ റൂൾ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പൊ മഹാത്മാഗാന്ധി ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൂവ്മെന്റിൽ കൂടെയാണ് അത് ഈ ബ്രിട്ടീഷേഴ്സിനെ അവരുടെ നാട്ടിലേക്ക് തിരിച്ചയച്ചത്. അത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മൂവ്മെന്റിന് നമ്മൾ പറയുന്നതാണ് സത്യാഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടിരിക്കുക, അവരെ അറോഗന്റ് ആക്കുക അല്ലെങ്കിൽ അവരെ ദേഷ്യപ്പെടുത്തുക,
ഇപ്പൊ ഒരാള് മുമ്പിൽ വന്ന് ഒരാളുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിക്കാൻ വന്ന ആൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാള് അടിക്കാൻ വേണ്ടി വരുവാണെന്ന് വിചാരിച്ചോ. ഒരാൾ അതിന്റെ മുമ്പിൽ പോയിട്ട് മറ്റേ ആളുടെ മുമ്പിൽ പോയിട്ട് ഒരാൾ വന്നിട്ട് മിണ്ടാതെ കാം നേച്ചറായിട്ട് ഇരിക്കുവാണെന്ന് വിചാരിച്ചു. അപ്പൊ ആ അടിക്കാൻ വേണ്ടി വന്ന ആൾക്ക് അടിക്കാൻ വേണ്ടി തോന്നുമോ? അയാള് പാവം പോലെ അവിടെ ഇരിക്കുമ്പോഴത്തേക്കും അവിടെ മറ്റേ ആൾക്ക് അടിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അതിനെയാണ് നമ്മൾ സത്യാഗ്രഹ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ മഹാത്മാഗാന്ധി ഇങ്ങനെ പോയിട്ട് സത്യാഗ്രഹം ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ ബ്രിട്ടീഷേഴ്സിനാണെങ്കിൽ മഹാത്മാഗാന്ധിനെ കൊല്ലാൻ വേണ്ടി പറ്റില്ല. എന്ന് വെച്ചാൽ അവരെ ഡിസ്റ്റർബ് ചെയ്യണില്ല. പക്ഷെ അവരെ ഒരു മെന്റലി ആയിട്ടില്ല അവർക്കൊരു ഇത് തോന്നും. അപ്പൊ അങ്ങനത്തെ അഹിംസ അല്ലെങ്കിൽ സത്യാഗ്രഹ പ്രിൻസിപ്പൾ ഫോർ ദി അഹിംസ വർക്ക്ഡ് വണ്ടേഴ്സ് ആൻഡ് ഗീവ് ക്രെഡിറ്റ് ടു ദി ഇന്റർനാഷണൽ ഫോർ. ആ അഹിംസ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ സത്യാഗ്രഹം എന്ന് പറയുന്ന അത് വണ്ടേഴ്സ് ആണ് വർക്ക്. അത്ഭുതങ്ങള് സംഭവിച്ചു ആ രണ്ട് മൂവ്മെന്റ്സ് കാരണം. അത് കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ബ്രിട്ടീഷുകാര് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ബ്രിട്ടീഷുകാര് തിരിച്ചയക്കപ്പെട്ടു. ഇപ്പൊ അത് വർക്കായില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും നമ്മള് അതിന്റെ അടിമയിൽ തന്നെ പെടേണ്ട വന്നതാണ്. ഇപ്പോഴത്തെ കാലത്ത് ബ്രിട്ടീഷേഴ്സിന്റെ അണ്ടർ തന്നെ നമ്മള് റൂൾ ചെയ്യപ്പെട്ടാണ്. ബ്രിട്ടീഷേഴ്സിന്റെ വക തന്നെ. ആ മഹാത്മാഗാന്ധി കാരണം ആ മഹാത്മാഗാന്ധിയുടെ ആ സത്യാഗ്രഹം